ലൈഫ് ഫ്രീ. പിന്നെ ഞാൻ കുറേ മാറ്റി കാക്കരൊക്കെ കണ്ട് നമ്മളെല്ലാ കാര്യം ഒരു ടാറ്റ പറഞ്ഞിട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. അങ്ങനെ ഒന്നും മനസ്സിലായി എനിക്ക്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ അടുത്തുള്ള ബാർബേൻ്റെ അങ്ങോട്ടാ പോകുന്നത്. പക്ഷെ എന്താ അവിടുന്ന് പിന്നെ നമ്മളടുത്തുനിന്ന് വലിച്ച് അവന്നു. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ച് പോയി. പിന്നെ വിചാരിച്ച് അതുവാ നമ്മൾ എൻ്റെ മെഡിക്കൽ സെൻറ്ററിലോട്ട് അങ്ങനെ എങ്ങോട്ടെങ്കിലാണോ പോകുന്നതെന്ന്. ഞാൻ അതൊക്കെ വിചാരിച്ച് അവിടെ മിണ്ടാതെ നിന്ന്. അപ്പോൾ ആ സ്ഥലവും കഴിഞ്ഞപ്പോഴും നമ്മളമ്മ അവിടെ നിർത്തിയ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ നിർത്തി ഗായ്സ്. അപ്പോഴാണ് നമ്മൾ ഉമ്മൻ്റെ ഏതോ ഫ്രണ്ടിനെ കാണുന്നത്. ആ ഫ്രണ്ടിൻ്റെ അടുത്തൊരു കൊച്ചു വയസ്സുള്ളൊരു ഭാവണ്ടേനു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. കണ്ട മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മൻ്റെ കൈമന്ന് ആലിൻ്റെ അടുത്തോട്ട് പോയി. ആലിങ്കാക്ക് അടുത്തോട്ട് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് മുട്ടായി വാങ്ങാനല്ല വന്നത്, ബാർബറിൽ മുടി വെട്ടാൻ വന്ന. ഞാൻ പേടിച്ചു പോയി. ഞാൻ പേടിച്ച് കൊരിച്ച് കൊങ്ങി. അപ്പോഴാണ് ഈ ആലിൻ്റെ ഒരു ചിരി. പിന്നെ ഉമ്മ വന്ന് എങ്ങനെ എടുത്ത്. അപ്പോൾ ആലിമ് പറഞ്ഞ് അവിടെ ഇതില്ല അങ്ങനൊക്കെ പറഞ്ഞ് ഉമ്മയോട് മുട്ടായി വാങ്ങാൻ പിന്നെ ആലിം വെച്ചു. അപ്പം നമ്മൾ മുട്ടായി വാങ്ങി വന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഫുള്ളും എനിക്ക് വാങ്ങിയത് ഇന്ന്. പിന്നല്ല മനസ്സിലാവുന്നേ ഒന്നും എനിക്ക് വാങ്ങിയല്ല. എല്ലാ ദുഃഖാക്കന്മാരും ഒറ്റക്ക് പറ്റിച്ച് എന്നെ കൂട്ടാതെ തിന്ന്. പിന്നെ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെറിയ പീസ് തന്നിക്കുന്നു. കിട്ടിയ പീസ് എന്തായാലും എത്തിയിട്ടാണെങ്കിൽ നമ്മളത്രക്ക് നിങ്ങൾക്ക് നമ്മളത്രക്ക് ബുദ്ധിയൊന്നും ഇല്ലയെന്ന് നമുക്ക് അറിയത്തോ ആലിങ്കാക്കെ. അപ്പോൾ ആണ് നമ്മൾ പിന്നെ ആലിങ്കാക്കനെ കഴിഞ്ഞോട്ട് പിന്നെ പോവേണ്ടി വന്നു. അപ്പം എനിക്ക് ഉറപ്പില്ല ഒന്ന് കയറിയ ചീത്തൻ്റെ ലോകം കേൾക്കാം. നമ്മൾ ഈ ചീത്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളെന്നാലൊരു ചീനെ കൊണ്ടേ ഉള്ളിൽ കയറും. അപ്പം അങ്ങനെ കയറിപ്പോയി ഒരു പ്രശ്നമില്ലാതെ പിന്നെ ഞാൻ താഴെ അരി പിന്നെ കളിക്കാൻ തുടങ്ങി.